ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് അഗ്ലോണിമയുടെ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിന് വൈറ്റ് കളറിലെ തണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലീഫിനാവട്ടെ നല്ല വൈറ്റും ഗ്രീനുമായിട്ടുള്ള ഷെയ്ഡിങ് ആണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന അഗ്ലോണിമ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള അഗ്ലോണിമയാണ്, എല്ലാ പറമ്പുകളിലും പിടിക്കുന്നത്. പക്ഷേ ഇപ്പം പറമ്പുകളിലൊന്നും കിട്ടാനില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ്. ഇപ്പം റേറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ. പിന്നെ ഈ കാണുന്ന ഒരു പ്ലാന്റ് നമുക്ക് സിറ്റൗട്ടിലൊക്കെ വെച്ച് നല്ല രീതിക്ക് വളർത്താൻ പറ്റുന്ന ഒരു അഗ്ലോണിമയാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വെളിയിലാണ് വെച്ചേക്കുന്നത്. നല്ലൊരു പോട്ടൊക്കെ വാങ്ങിയിട്ട് അതിനകത്ത് നന്നായിട്ട് വെക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ തുടച്ച് കൊടുക്കണം, എന്നാലേ നല്ലൊരു ഭംഗി വരത്തുള്ളൂ. അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു പ്ലാന്റും കൂടിയാണ്. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് കുരക്കുന്നത്, അതും കൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു പ്ലാന്റ്, ഈ അഗ്ലോണിമയാണ് എനിക്ക് എൻ്റെ വീട്ടിലെ അഗ്ലോണിമയുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ്. കാരണം ഇത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരുപാട് പൊക്കം വെക്കത്തില്ല. ഇത് ഇങ്ങനെ കുറ്റിയായിട്ട് അങ്ങ് നല്ല പൂ പോലെയല്ലേ ഇത് നിൽക്കുന്നത്. പിന്നെ ഈ കാണുന്ന അഗ്ലോണിമ സാധാരണ എല്ലാവരുടെയും ഉള്ളൊരു അഗ്ലോണിമ ഇറങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും. ഇപ്പോഴും അത്ര വില ഇതിനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു അഗ്ലോണിമ എനിക്ക് ഈ ഓരോ അഗ്ലോണിമയ്ക്കും പേരുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അഗ്ലോണിമ ആണെന്ന് എന്തായാലും അറിയാം. ഇതും ഒരിടയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരുടെയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഈ അഗ്ലോണിമയ്ക്ക് ഇപ്പോഴും നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, വൈറ്റും ഗ്രീനും വന്നിട്ടുള്ള. അത് നല്ല ഗ്രീനാണ്, ഇത് ഇളം ഗ്രീനാണ്. ഇത് കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്, നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ ഒരു അഗ്ലോണിമയും നല്ലൊരു വെറൈറ്റി ഒരു അഗ്ലോണിമയാണ്. ചെറിയ ലീഫ് വന്നിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ പൊക്കമൊക്കെ വെക്കുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഈ ഒരു അഗ്ലോണിമയും ഇത് അത്യാവശ്യം നല്ല രീതിക്ക് പൊക്കം വെക്കും. ഇതിൻ്റെ ലീഫ് നല്ല വലുതാണ്, കാണാൻ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ഈ ഒരു അഗ്ലോണിമയുടെ ഒരു ചെറിയൊരു തയ്യേ എൻ്റെ കയ്യിലുള്ളൂ. 3 ലീഫ് അങ്ങാണ്ട് അതിൽ വന്നിട്ടുള്ളൂ, എനിക്ക് കിട്ടിയതേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഇത് പിടിക്കാനും ഇച്ചിരി പാടുണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫോണിൽ വീഡിയോ എടുക്കുന്നതൊക്കെയല്ല, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ അഗ്ലോണിമയുടെ പേരെങ്ങാണ്ട് ലിപ്സ്റ്റിക് അഗ്ലോണിമ അങ്ങനെ ഏതാണ്ടാണ് അതിൻ്റെ പേര്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് ഞാനാണെങ്കിൽ മുകളിലാണ് വെച്ചേക്കുന്നത്, കാരണം താഴെ വെച്ചിട്ട് ഇതങ്ങ് പിടിക്കുന്നില്ല. പിന്നെ എൻ്റെ അഗ്ലോണിമാസ് എല്ലാം ഞാൻ അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.